നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും സ്വതന്ത്രനെ പരീക്ഷിക്കാനുള്ള ഒരുക്കത്തിൽ CPM. ഇത്തവണയും LDF സ്ഥാനാർത്ഥിയായി സ്വതന്ത്രർ വരാനുള്ള സാധ്യത ഏറിയ സാഹചര്യത്തിൽ CPM സാധ്യതാ പട്ടികയിൽ 3 സ്വതന്ത്രരാണ് ഇടം നേടിയിരിക്കുന്നത്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ ഷറഫ് അലി ഉൾപ്പെടെ പരിഗണനയിലുണ്ട്. നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു തുടങ്ങിയ പേരുകളാണ് പരിഗണനയിലുള്ളത്. കൂടുതൽ സ്വതന്ത്രന്മാരെ കണ്ടെത്താനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. രാഷ്ട്രീയ വോട്ടുകളുടെ കണക്ക് പരിശോധിച്ചാൽ നിലമ്പൂരിൽ UDFനുള്ള മേൽക്കൈ കൂടി കണക്കിലെടുത്താണ് ഒരിക്കൽ കൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാൻ CPM ആലോചിക്കുന്നത്. മുൻ 2 വട്ടം ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരിച്ച ചുങ്കത്തറ മാർത്തോമ കോളേജ് മുൻ പ്രിൻസിപ്പൽ തോമസ് മാത്യുവിൻ്റെതാണ് പരിഗണിക്കുന്ന പേരുകൾ ഒന്ന്. ആര്യാടൻ മുഹമ്മദിനൊപ്പം KPCC അംഗമായി പ്രവർത്തിച്ചിരുന്ന തോമസ് മാത്യു 2011 ആര്യാടൻ മുഹമ്മദിന്റെ ഭൂരിപക്ഷം 5500 കുറച്ചിരുന്നു. നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ടായ ഡോക്ടർ ഷിനാസ് ബാബു നിലമ്പൂർ ടൗണിനോട് ചേർന്ന വടപ്പുറം സ്വദേശിയാണ്. കോവിഡ് കാലത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നോഡൽ ഓഫീസറായിരുന്നു. ഷിനാസ് ബാബുവിന്റെ ജനകീയ പ്രതിച്ഛായ ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് CPM. ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചായിരുന്നു നിലമ്പൂരിൽ PV അൻവർ അവസാന 2 തവണ വിജയിച്ചത്. അതേസമയം പാർട്ടി സ്ഥാനാർത്ഥികളെ മത്സരരംഗത്തിറക്കാനാണ് അവസാന തീരുമാനമെങ്കിലുള്ളത്. സ്ഥാനാർത്ഥി ആലോചനകളും നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീറിനെയും സ്ഥാനാർത്ഥിയാക്കാനാണ് CPM ആലോചന. ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയിയുടെ പേരും ചർച്ചയിലുണ്ട്. നിലമ്പൂരിൽ നിന്നുള്ളവരല്ലാതെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും നേതാക്കളെ UDF സ്ഥാനാർത്ഥിയാക്കിയേക്കുമെന്നും LDF പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ M സ്വരാജിനെ മത്സരിപ്പിക്കാനാണ് ഇടതുപക്ഷത്തെ ധാരണ. CPM സ്വതന്ത്രനായാണ് അൻവർ നിലമ്പൂരിൽ നിന്ന് വിജയിച്ചത്. തുടർച്ചയായ 2 തവണ നിലമ്പൂരിൽ നിന്നും വിജയിച്ച അൻവർ ആര്യാടൻ മുഹമ്മദിന്റെ കുത്തക മണ്ഡലമായിരുന്ന നിലമ്പൂരിനെ ഇടതുപക്ഷത്തിന് അനുകൂലമാക്കിയിരുന്നു. പിന്നീട് CPMുമായി അകലുകയായിരുന്നു. വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിക്കാനില്ല എന്നും അൻവർ പ്രഖ്യാപിച്ചിരുന്നു. നിലമ്പൂരിൽ മത്സരിക്കില്ലെന്നും UDF നിർത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ നൽകുമെന്നും സർക്കാരിന്റെ അവസാനത്തിൽ നടത്തുന്ന തിരഞ്ഞെടുപ്പ് പിണറായി സത്തിനെതിരായി ആണിയായി മാറേണ്ടതുണ്ടെന്നും തൃണമൂലിന്റെ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമെന്നുമായിരുന്നു. മലയോര കർഷകരുടെ പൂർണ്ണ പിന്തുണ കൂടി ആർജിച്ച് പിണറായി സത്തിന്റെ അവസാന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലായിരിക്കും. മലയോര കർഷകരുടെ പൂർണ്ണ പിന്തുണ കൂടി ആർജിച്ച് പിണറായി സത്തിന്റെ അവസാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലായിരിക്കും. പരിപൂർണ പിന്തുണ UDFന് നൽകുമെന്നും കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ് എന്നാണ് അൻവർ പറഞ്ഞത്. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കുബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.